നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ എത്തിച്ച ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു. ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും ഹർത്താൽ പ്രഖ്യാപിച്ചു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. സജോ ദേവസ്യുണ്ട് ആറളം ഫാമിൽ നിന്ന്. സജോ, ഈ പ്രതിഷേധങ്ങൾ ശമിച്ചോ? സജോ, ഉന്മേഷ്, നിലവിൽ ആറളം ഫാമിലെ പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക ശമനമായിട്ടുണ്ട്. നേരത്തെ തടഞ്ഞുവെച്ച, അതായത് മൃതദേഹങ്ങൾ കയറ്റിയ 2 ആംബുലൻസുകൾ നേരത്തെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ ആംബുലൻസുകൾ ഇപ്പോൾ വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിട്ടുണ്ട്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുവേണ്ടി വാഹനങ്ങൾ ഇതിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ നാളെ പോസ്റ്റ്മോർട്ടം, അതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ആറളം ഫാം 13-ാം ബ്ലോക്കിൽ ആദിവാസി ദമ്പതികളായ വെള്ളിയും ലീലയും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കശുവണ്ടി ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇരുവരെയും കാട്ടാന ആക്രമിക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തത്. ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം അത് പുനരധിവാസ മേഖലയാണ്. അവിടെ വലിയ വന്യമൃഗാക്രമണങ്ങളും ശല്യങ്ങളും നാളുകളായി തുടരുന്നുണ്ട്. അതിനുവേണ്ടി ആനമതിൽ പദ്ധതി ഉൾപ്പെടെ വിപുലമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടെങ്കിലും അതെല്ലാം ആദ്യ വഴിക്കാണ് ഒരു വസ്തുതയാണ്. നിരവധി ജീവനുകൾ അവിടെ മാത്രം ഇതിനകം പൊലിയുകയും ചെയ്തു. പിന്നാലെ ആ ത്തേക്ക് നേരിട്ടെത്തി ഉറപ്പുകൾ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നാലെ പേരാവൂർ MLA സണ്ണി ജോസഫ് അടക്കം ജനപ്രതിനിധികളും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം സംഭവ സ്ഥലത്ത് എത്തുകയും നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. പക്ഷെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസും ഇതിനിടെ സബ് കളക്ടർ സ്ഥലത്തെത്തി കളക്ടറെ പ്രതിനിധീകരിച്ച് പ്രധാനമായും നൽകിയ ഉറപ്പ് നേരത്തെ വനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചതുപോലെ നാളെ ആറളം പഞ്ചായത്തിൽ ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം ചേരും. അതായത് അടിയന്തരമായി ഫാമിൽ നടപ്പാക്കേണ്ട, അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയ കർമ്മ പദ്ധതികളിൽ വളരെ വേഗത്തിൽ നടപ്പാക്കേണ്ടത് എന്തൊക്കെയാണ് എന്നടക്കം ചർച്ച ചെയ്യുക. അതിലേക്ക് വളരെ വേഗത്തിൽ കടക്കുക. ആനമതിലിന്റെ നിർമ്മാണം ഇപ്പോൾ ഇഴയുന്ന സാഹചര്യമാണുള്ളത്. അത് വേഗത്തിൽ പൂർത്തീകരിക്കുക. ഒപ്പം ഫെൻസിങ്ങിന് പരിമിതിയുള്ള സ്ഥലങ്ങളിൽ അത് സാധ്യമാക്കുക തുടങ്ങി വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, നാട്ടുകാർ ഈ കൊലയാളി ആനയെ വെടിവെച്ചു കൊല്ലണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരും. അതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, ഈ കാര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം വനമന്ത്രി ആറളം ഫാം സന്ദർശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നാളെയും ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കാരണം ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പുകൾ വേണം. ഒപ്പം വേഗത്തിൽ അവിടെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാനുള്ള ഇടപെടലുകൾ വളരെ വേഗത്തിൽ ഉണ്ടാകണം. കാരണം പുനരധിവാസ മേഖലയിലടക്കം 50-ലധികം കാട്ടാനകൾ തുടർച്ചയായി തമ്പടിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ആളുകൾ ആക്രമിക്കപ്പെടാം, കൊല്ലപ്പെടാം എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ദാരുണ സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP-യും UDF-ഉം നാളെ ആറളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം ശമിച്ചിട്ടുണ്ടെങ്കിലും നാളെയും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ആ തീരുമാനം നാട്ടുകാരടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സജോ, ഇപ്പോൾ പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ കെട്ടടങ്ങിയിരിക്കുന്നു. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന് വത്തിക്കാൻ. കഴിഞ്ഞ ദിവസത്തേക്കാൾ ആരോഗ്യസ്ഥിതി സങ്കീർണമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. വത്തിക്കാനിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി ജോസ്മോൻ കമ്മട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോമിലെ അഗസ്തീനോ ജെമേലി പോളിക്ലിനിക്കിന്റെ മുമ്പിൽ നിന്നാണ്. ഈ ആശുപത്രി വത്തിക്കാന്റെ അധീനതയിലുള്ളതാണ്. ഇവിടെയാണ് 10 ദിവസമായിട്ട് മാർപ്പാപ്പ ന്യൂമോണിയ ബാധിച്ച്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ബാധിച്ച്, പ്രത്യേകിച്ച് ന്യൂമോണിയ ബാധിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ആശുപത്രിയുടെ 10-ാം നിലയിൽ ഇത് മാർപ്പാപ്പ ഉള്ളതുകൊണ്ട് സുരക്ഷാ കാരണങ്ങളാൽ ആ നിലയിലുള്ള മറ്റുള്ള രോഗികളെല്ലാം ഒഴിപ്പിച്ച് വേറെ ആശുപത്രികളിലേക്കും ഇവിടെയുള്ള വേറെ വാർഡുകളിലേക്കും മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ ഏറ്റവും പ്രധാനമായ കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നലെ ശ്വാസതടസ്സം ഉണ്ടാവുകയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് വളരെ കുറയുകയും ചെയ്തു. പിന്നീട് അത് ഭേദമായി. അതിനുശേഷം ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ഓക്സിജൻ വളരെ കൂടിയ തോതിൽ അദ്ദേഹത്തിന് നൽകി. ഇന്ന് സ്റ്റേബിളായിട്ടെന്ന് പറയുന്നു. എന്നാലും പൊതുവെ അദ്ദേഹത്തിന്റെ അവസ്ഥ ക്രിട്ടിക്കലാണെന്ന് തന്നെയാണ് വിലയിരുത്തൽ. വത്തിക്കാൻ ന്യൂസിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോഴും ക്രിട്ടിക്കലാണ്. വളരെയധികം വിശ്വാസികൾ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ജപമാല ചൊല്ലിയും മറ്റുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയും നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മലയാളി കുടുംബങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം തിരുവനന്തപുരംകാരന്, ഫ്ലെമിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കുടുംബവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതാണ്. നിങ്ങളുടെ
ഒരു മാർപ്പാപ്പയെ പറ്റിയുള്ള ഒരു ഓർമ്മകൾ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ എത്തി പ്രാർത്ഥിക്കാനായി ഒന്ന് പറയുമോ? തിരിച്ചു വരണം, മാർപ്പാപ്പ സുഖം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഹാമിൽട്ടൺ, നിങ്ങൾ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പേരും ഒന്ന് പറഞ്ഞു. ഈ വൈദികൻ ഇപ്പോൾ റോമിൽ പഠിക്കുന്ന വൈദികനാണ്. അദ്ദേഹം ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാനൊരു മലങ്കര സഭയിലെ ഒരു അച്ഛനാണ്. എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ബത്തേരി രൂപതാംഗമാണ്. ഞാൻ റോമിലിവിടെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. വന്നിട്ട് 2 വർഷം ആകുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ആരോഗ്യാവസ്ഥയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ആഗോള സഭ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ മാർപ്പാപ്പ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ജമേലി ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരുകയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ആരോഗ്യനില അല്പം വഷളാവുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തീഷ്ണതയോടുകൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ആഗോള സഭയ്ക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെയും വിശ്വാസികൾ അവിടെ റോമിലുണ്ടവർ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വിശ്വാസി സമൂഹം പ്രാർത്ഥനയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. പുതിയ വാർത്താക്കുറിപ്പ് വത്തിക്കാൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഇപ്പോഴും ക്രിട്ടിക്കൽ എന്നാണ് അവർ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ രാത്രി മുതൽ ഇപ്പോൾ വരെയുള്ള സമയമെടുക്കുകയാണെങ്കിൽ കൂടുതൽ ക്രൈസിസിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വത്തിക്കാൻ വിശദീകരിക്കുന്നുണ്ട്. റിമെയിൻസ് അലേർട്ട് ആൻഡ് വെൽ ഓറിയന്റഡ് എന്നാണ് വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വത്തിക്കാൻ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി എന്ന് പറയാനൊന്നുമില്ല, അതിപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് വത്തിക്കാൻ പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പിൽ ഇപ്പോഴും വിശദീകരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള 4ാമത്തെ വിമാനം ഡൽഹിയിലെത്തി. പാനമയിൽ നിന്നുള്ള 12 ഇന്ത്യക്കാരാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. പാനമയിൽ നിന്ന് തിരിച്ചയക്കുന്ന ആദ്യ സംഘമാണിത്. ഇസ്താംബൂളിൽ നിന്നുള്ള തുർക്കി എയർലൈൻസ് വിമാനത്തിലാണ് നാടുകടത്തപ്പെട്ടവരെ ഡൽഹിയിലെത്തിച്ചത്. പഞ്ചാബിൽ നിന്ന് 4 പേരും ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ഡൽഹിയിൽ നിന്ന് ഒരാളും തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്ത ഒരാളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനം തിരിച്ചുവിട്ടു. ന്യൂയോർക്കിൽ നിന്നുള്ള വിമാനം റോമിലേക്കാണ് വഴിതിരിച്ചുവിട്ടത്. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഷാഫി പറമ്പിൽ എം പി. സൗദി സന്ദർശനത്തിനിടെ പ്രവാസികളിൽ നിന്ന് ലഭിച്ച പരാതികളും പാർലമെന്റിലും പുറത്തും ഉന്നയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രവാസികൾ നേരത്തെ ഉന്നയിച്ച പല വിഷയങ്ങളും പാർലമെന്റിലും വിദേശകാര്യ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതായും പ്രവാസികളുടെ ന്യായമായ ഏത് വിഷയങ്ങളിലും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. സൗദി സന്ദർശനത്തിനിടെ ലഭിച്ച പരാതികളും പ്രശ്നങ്ങളും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ യാത്ര കൊണ്ടും കിട്ടിയ അറിവുകൾ, ഈ യാത്ര കൊണ്ട് മനസ്സിലായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പാർലമെന്റിൽ ഉന്നയിക്കും. പ്രവാസ ലോകത്തിൻ്റെ ന്യായമായ ഏതാവശ്യത്തിനും അതിശക്തമായ നിലപാട് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും എടുക്കുമെന്ന് ഈ ലോകത്തിന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രവാസി സംഘടനകൾ പ്രവാസ ലോകത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കുന്നതാണെന്നും വിശിഷ്യ OICCയുടെയും KMCCയുടെയും സർവ്വ മേഖലകളിലും ഇടപെട്ടുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസ ലോകത്തെ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ മനുഷ്യന്റെ ജീവനും ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അധികാരികളുടെ മുന്നിലെത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവർത്തനം ഏറെ സ്വാഗതാർഹമാണെന്നും മാധ്യമ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾ നിറവേറ്റുന്നത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൂടിയാണെന്നും ഷാഫി പറമ്പിൽ MP ദമാമിലെ മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞു. ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത്, നമുക്ക് നാട്ടിലെ മാധ്യമ പ്രവർത്തനം എപ്പോഴും ഗവൺമെൻറ്റും പ്രതിപക്ഷവും പൊളിറ്റിക്കൽ ഇഷ്യൂസും അതിനെപ്പോഴും വലിയ പ്രാധാന്യമുള്ള സെക്ടറാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവനും ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. പ്രവാസ ലോകത്തെ പ്രയാസങ്ങൾ പലപ്പോഴും നേരിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിക്കുന്ന പ്രവാസ ലോകത്തെ സഹോദരങ്ങൾ ആ വിഷയം നമ്മൾ ഏറ്റെടുത്ത ഒരു അധികാര കേന്ദ്രത്തിൻ്റെ മുന്നിൽ പോയി അത് അവതരിപ്പിക്കുമ്പോൾ കാര്യത്തെ കൊണ്ടുവരുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളിലൂടെ കൂടിയാണ്. നിങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനം അതേസമയം തന്നെ വലിയൊരു മനുഷ്യാവകാശ പ്രവർത്തനം കൂടിയാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.
വടകരയിൽ മത്സരിക്കാനെത്തിയപ്പോൾ പ്രവാസികളും പ്രവാസി സംഘടനകളും നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദിയും പ്രകടിപ്പിച്ചാണ് മാധ്യമ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം അവസാനിപ്പിച്ചത്. പ്രവാസലോകം നൽകിയ കരുത്തുറ്റ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി സകല മര്യാദകളുടെയും ലംഘനം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിനൊപ്പം അടിയുറച്ച് നിന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ OICCയും KMCCയും ഈ പ്രവാസ ലോകത്തെ സഹപ്രവർത്തകർ അവർ നടത്തിയ ഇടപെടലിനും പ്രത്യേകം നന്ദി. സുബൈറുദ്ദീനൂർ, 24 ദമാം. കോവിഡിന് മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടത്തിയ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറം റിയാദ് ചാപ്റ്റർ ഷാഫി പറമ്പിൽ എംപിക്ക് നിവേദനം നൽകി. അവധിക്കാലത്തെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കടക്കം പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും നിവേദനത്തിൽ പറയുന്നു. OICC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കരയുടെ സാന്നിധ്യത്തിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം റിയാദ് ചാപ്റ്റർ പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി നിവേദനം കൈമാറി. ജനറൽ സെക്രട്ടറി ഒമർ ഷെരീഫ്, രക്ഷാധികാരി അസ്ലം പാലത്ത്, ഷെരീഫ് തൈക്കണ്ടി, നവാസ് വെള്ളിമാടുകുന്ന്, സലാം കൊടുവള്ളി, സലീം വാലിലാംപുഴ, നസീർ തൈക്കണ്ടി, റിയാസ് വണ്ടൂർ എന്നിവരും പങ്കെടുത്തു. കോഴിക്കോട് വിമാനത്താവളം നേരിടുന്ന പോരായ്മകൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഷാഫി പറമ്പിൽ എംപി നേതാക്കൾക്ക് ഉറപ്പു നൽകി. സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജിദ്ദയിൽ OICCയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി ചേർന്ന് നടത്തിയ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. സൗദിയിലെ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയാണ് അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജിദ്ദയിലെ ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പ് നൂറുകണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തി. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകളും കണ്ണ് പരിശോധനയും ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരുന്നു. സന്ദർശക വിസയിലുള്ളവർക്കും ഗാർഹിക തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവർക്കുമെല്ലാം മെഡിക്കൽ ക്യാമ്പ് അനുഗ്രഹമായി. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് രാത്രി 10 മണിവരെ നീണ്ടു. മികച്ച പ്രതികരണമാണ് ക്യാമ്പിന് ലഭിച്ചതെന്ന് OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ, അബീർ മെഡിക്കൽ സെന്റർ സീനിയർ ഫെസിലിറ്റി ഡയറക്ടർ ജലീൽ ആലുങ്കൽ എന്നിവർ പറഞ്ഞു. ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിന്റെയും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെയും സേവനം തീർത്തും സൗജന്യമാണ്. ഇക്കാമ ഇല്ലാത്ത ആളുകൾക്ക് പോലും വിസിറ്റ് വിസയിൽ വന്ന ആളുകൾക്കൊക്കെ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ECG ഉൾപ്പെടെയുള്ള മറ്റ് പരിശോധനകൾ, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രവാസികൾ നേരിടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിനൊക്കെയുള്ള രോഗനിർണയവും അതിൽ പരിശോധനകളും മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക ഡിസ്കൗണ്ട് ഉൾപ്പെടെ വലിയ തോതിലുള്ള സൗജന്യ സേവനമാണ് അൽഅബീർ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്നത്. നമ്മൾ ഇന്നത്തെ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഏറെ ആളുകൾ നമ്മളിന്ന് ക്യാമ്പിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 850-900 ആളുകളോളം ഇന്നിപ്പോൾ നമ്മളെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ഡേയിൽ നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും അവർക്ക് ഫ്രീ സർവീസാണ് കൊടുത്തിരിക്കുന്നത്. അബീർ സർവീസ് സൂപ്പർവൈസർ അബ്ദുസലാം, മാനേജ്മെന്റ് പ്രതിനിധികൾ, OICC നേതാക്കളായ സഹീർ മാഞ്ഞാലി, ഷെരീഫ് അറക്കൽ, രാധാകൃഷ്ണൻ കാവുമ്പായി, ആസാദ് പോരൂർ, മുജീബ് തൃത്താല, മനോജ് മാത്യു, അലി തേക്കുത്തോട്, ഷൌക്കത്ത് പരപ്പനങ്ങാടി, നാസർ കോഴിക്കോട്, ഷമീർ നദ്വി തുടങ്ങിയവരും വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ക്യാമ്പിന് നേതൃത്വം നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ. റിയാദ് എറണാകുളം ജില്ലാ പ്രവാസി അസോസിയേഷൻ വിമൻസ് കളക്റ്റീവ് സൗദി സ്ഥാപക ദിനം ആഘോഷിച്ചു. റിയാദിലെ മുറബ അവന്യൂ മാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നസ്രിയ ജിബിൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൗമ്യ തോമസ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ അമൃത നന്ദിയും പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരി സബീന കെ സാലി മുഖ്യാതിഥിയായി. നൌറീൻ ഷാ, കാർത്തിക എസ് രാജ്, മിനി, സഫ്ന അമീർ, മിനുജ മുഹമ്മദ്, സിനി ഷറഫുദ്ദീൻ, ആതിര എം നായർ, ലിയ സജീർ, അസീന മുജീബ്, സിംന നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി റിയാദ് ചാപ്റ്റർ 11ാം വാർഷികം ആഘോഷിച്ചു. ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. റിയാദിലെ ഉമ്മുൽ ഹമാമിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ കൊയിലാണ്ടിക്കൂട്ടം നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ എംപി പ്രശംസിച്ചു. കൊയിലാണ്ടിക്കൂട്ടം സെക്രട്ടറി നിബിൽ ഇന്ദ്രനീലം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് റാഷിദ് ദയ അധ്യക്ഷനായിരുന്നു. കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാൻ റാഫി കൊയിലാണ്ടി വിശദീകരിച്ചു. കൊയിലാണ്ടി ചാപ്റ്റർ പ്രസിഡന്റ് റഷീദ് മൂടാടി, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ്, നൌഷാദ്, പ്രഷീദ് TK, മുബാറക് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് PP മുസ്തഫ, OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര, റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി, വ്യവസായി അഹമ്മദ് കോയ,
നൌഫൽ പി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ജൂനിയർ AR റഹ്മാൻ, നിഖിൽ പ്രഭ, ഗായിക പ്രിയ ബൈജു എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഗാലാനേറ്റ് സംഗീത വിരുന്നും നൃത്യങ്ങളും പരിപാടിയിൽ അരങ്ങേറി. 24 റിയാദ്. KMCCയും OICCയും നേതൃത്വം നൽകുന്ന UDFന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പാണക്കാട് മുണവലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. OICC പ്രസിഡന്റ് നൌഷാദ് പെരിന്തല്ലൂർ അധ്യക്ഷനായ ചടങ്ങിൽ ഷാഫി പറമ്പിലും മുഖ്യ പ്രഭാഷണം നടത്തി. മഞ്ചേശ്വരം MLA K മഷ്റഫ്, KMCC ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു. മുസ്തഫ മലയിൽ, സലീം കണ്ണനാകുഴി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. കോതി നിവാസി സംഗമം കുവൈറ്റും ബ്ലഡ് ഡൊണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അദാൻ ഹോസ്പിറ്റൽ ബ്ലഡ് ഡൊണേഷൻ സെന്ററിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 75-ലധികം പേർ രക്തദാനം നടത്തി. പ്രസിഡന്റ് ജോൺ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കോതി നിവാസി സംഗമം പ്രതിനിധികളും ബ്ലഡ് ഡൊണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. ജിദ്ദയിലെ ബിസിനസ്സുകാർക്ക് സൗജന്യ പരിശീലനവുമായി ദ ബിസിനസ് സ്കൂൾ. തിങ്കളാഴ്ച വൈകിട്ട് ജിദ്ദയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ആണ് പരിപാടി. പ്രമുഖ ട്രെയിനർ ഫൈസൽ സി സയ്യിദ് പരിപാടിക്ക് നേതൃത്വം നൽകും. ബിസിനസ് വളർത്താൻ ബിസിനസ്സുകാരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ ബി സ്കൂൾ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന് പുറത്തു നിന്നുള്ളവരുടെ സഹായമില്ലാതെ തന്നെ വളർച്ചയുടെ രൂപരേഖ തയ്യാറാക്കാനും ബിസിനസ് ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ബിസിനസ്സുകാരെ പരിശീലിപ്പിക്കും. കഴിഞ്ഞ 18 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനം ജിദ്ദയിലും ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ബിസിനസ്സുകാർക്കായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് ദ ബി സ്കൂൾ. ഫെബ്രുവരി 24 തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് ജിദ്ദ അൽഹംറയിലുള്ള റാഡിസൺ ബ്ലൂ ഹോട്ടലിലാണ് പരിപാടി. ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനറും ബി സ്കൂൾ അക്കാദമി ഡീനുമായ ഫൈസൽ ബി സയ്യിദ് പരിശീലനത്തിന് നേതൃത്വം നൽകും. തികച്ചും സൗജന്യമായി നടത്തുന്ന പരിശീലന പരിപാടിയിൽ ബിസിനസ്സുകാർക്കും നിക്ഷേപകർക്കും പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു. എക്സിക്യൂട്ടീവ് PGDBM + MBA എന്നുള്ള രീതിയിലേക്ക് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. അതൊരു 1 ഇയർ ഡ്യൂറേഷനിലേക്കാണ്, 11 മന്ത് ടു 1 ഇയർ ഡ്യൂറേഷനിലേക്കാണ് നമ്മൾ ചെയ്തത്. ഇതിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം സിലബസ്, അപ്പാർട്ട് ഫ്രം ഒരു ക്വാളിഫിക്കേഷൻ, അവർക്ക് സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതായത് അവർക്കില്ലാത്ത ആ നോളജിനെ അവർക്ക് ഇപ്പോൾ അവരാകെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കോൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാവുക. ഇതേപോലുള്ള ഹോട്ടൽസിലാണ് നമ്മൾ ക്ലാസ്സസ് നടക്കുക. മീൻസ് 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസിലാണ് നമ്മൾ ക്ലാസ്സസ് നടക്കുക. ഒരു മന്തിൽ 3 ഡേയ്സ് 4 ഡേയ്സ് ആണ് മാക്സിമം ക്ലാസ് വരിക. കഴിവും പരിചയസമ്പത്തും ഉപയോഗിച്ച് ബിസിനസ് കെട്ടിപ്പടുത്ത സൗദിയിലെ ബിസിനസ്സുകാർക്ക് അവരുടെ കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ സഹായിക്കുക, പുതിയ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുക, ബിസിനസ് കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുക തുടങ്ങിയവ പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. എഴുത്തു പരീക്ഷകളില്ല, സ്വന്തം സ്ഥാപനത്തിൽ പ്രാക്ടിക്കൽ അസൈൻമെന്റുകൾ, മലയാളത്തിൽ ക്ലാസുകൾ തുടങ്ങിയവ ദ ബി സ്കൂളിന്റെ പ്രത്യേകതകളാണ്. ലോകോത്തര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ പഠിതാക്കൾക്ക് ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ബി സ്കൂൾ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ, അഖിൽ മുഹാദ്, മുഹമ്മദ് യൂനിസ്, നജീബ് മുസ്ലിയാരകത്ത്, അലി അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ ഭാഗമായി മൈ കുവൈറ്റ് മൈ പ്രൈഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഖുറൈൻ ലുലു ഔട്ട്ലെറ്റിൽ നടന്ന പരിപാടി മുബാറക് അൽ കബീർ ഗവർണർ ഷെയ്ഖ് സബാഗ് ബദർ സബാഗ് അൽ സലി അൽ സബാഗ് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിന്റെ 64-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് 64 ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫർ കിട്ടും. കൂടാതെ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ 600 പേർക്ക് തങ്ങളുടെ ട്രോളിയിലെ മുഴുവൻ സാധനങ്ങളും സൗജന്യമായി നേടാനുള്ള അവസരവും ലഭിക്കും. അതോടൊപ്പം ഭക്ഷണവും വീട്ടുപകരണങ്ങളും ഫാഷനും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു. ജിദ്ദയിൽ നടന്ന റിയൽ കേരള സെവൻസ് ടൂർണമെന്റ് സമാപിച്ചു. റീം അൽ ഉലയും വിജയ് വിപ്സിയും ഫൈനൽ മത്സരം സമനിലയിലായപ്പോൾ പെനാൽറ്റിയിൽ വിജയ് BFC ജേതാക്കളായി. ഗോൾ കീപ്പർ ഷറഫുവാണ് കളിയിലെ താരം. മികച്ച കളിക്കാരനായി ജയ്സലിനെയും ഗോൾ കീപ്പറായി ഷറഫുവിനെയും തെരഞ്ഞെടുത്തു. കുട്ടികളുടെ ആദ്യ ഫൈനലിൽ എതിരില്ലാത്തൊരു ഗോളിന് ടാലന്റ് ടീംസ് FCയെ പരാജയപ്പെടുത്തി സ്പോർട്ടിംഗ് യുണൈറ്റഡ് ജേതാക്കളായി. സ്പോർട്ടിംഗിന്റെ ഫാദിയാണ് മികച്ച കളിക്കാരൻ. വെറ്ററൻസ് ഫൈനൽ മത്സരത്തിൽ ഫ്രൈഡേ ജിദ്ദ FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സമ യുണൈറ്റഡ് ഫുട്ബോൾ ലവേഴ്സിനെ പരാജയപ്പെടുത്തി. സൗദി പ്രോ ലീഗിൽ ഇത്തിഹാദ് ക്ലബിന്റെ മുന്നേറ്റം. കഴിഞ്ഞ ദിവസം നടന്ന എൽ ക്ലാസിക്കോയിൽ അൽ ഹിലാൽ ക്ലബിനെ 4-1 പരാജയപ്പെടുത്തി. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികൾ തടിച്ചുകൂടി.
സൗദി പ്രോ ലീഗിലെ 1ഉം 2ഉം സ്ഥാനക്കാരായ ജിദ്ദയിലെ ഇത്തിഹാദ് ക്ലബ്ബും റിയാദിലെ അൽ ഹിലാൽ ക്ലബ്ബും തമ്മിലുള്ള മത്സരം ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു. തുടർച്ചയായ വിജയം കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കിയ അൽ ഹിലാലിനെ കരീം ബെൻസേമ, കാന്റെ, മൂസ ദിയാബി തുടങ്ങിയ ഫ്രഞ്ച് താരങ്ങളടങ്ങിയ ഇത്തിഹാദ് നിലംപരിശാക്കി. സാലിം അൽ ദോസരിയും മാൽക്കോമും യാസിൻ ബോണയും അടങ്ങിയ അൽ ഹിലാലിനെ പരാജയപ്പെടുത്തിയത് 4-1. ഇത്തിഹാദിനു വേണ്ടി ബെൻസേമ, കാദേശ്, ബെർഗ്വിച്ചിൻ എന്നിവർ ഗോളുകൾ അടിച്ചപ്പോൾ ഹിലാലിനു വേണ്ടി ബ്രസീൽ താരം ലിയോനാർഡോ ആശ്വാസ ഗോൾ നേടി. ലീഗ് 21 റൗണ്ട് പൂർത്തിയായപ്പോൾ 55 പോയിന്റുമായി ഇത്തിഹാദ് മുന്നിലാണ്. 2ാം സ്ഥാനത്തുള്ള ഹിലാലിന് 48 പോയിന്റാണുള്ളത്. ഖാദിസിയ 3ഉം റൊണാൾഡോയുടെ അൽ നസർ 4ഉം സ്ഥാനത്തുണ്ട്. സൗദി പ്രോ ലീഗിലെ എൽ ക്ലാസിക്കോ അവസാനിച്ചപ്പോൾ ഇത്തിഹാദ് ക്ലബ്ബ് പോയിന്റ് പട്ടികയിൽ ഏറെ മുന്നിലാണ്. ഓരോ ക്ലബിനും 13 മത്സരങ്ങൾ കൂടി അവശേഷിക്കുമ്പോൾ ലീഗ് കിരീടത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഇത്തിഹാദ് ക്ലബ്ബ്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കണമകലം, 24. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു.